ശ്രീ ഷാബു പ്രസാദ്, കേശവ് പ്രസാദ് മൗര്യ എന്ന യുപിയിലെ ശക്തനായിട്ടുള്ള ഒരു നേതാവ്, പാർട്ടിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ്, 2022 അദ്ദേഹത്തിന്റെ കൂടി പ്രവർത്തന ഫലമായിട്ട് ബിജെപി വീണ്ടും അധികാരത്തിലെത്തുക, യോഗി മുഖ്യമന്ത്രിയാകുക, ഇങ്ങനെയെല്ലാമുള്ള കേശവ് പ്രസാദ് മൗര്യ എക്സിൽ കുറിക്കുന്നു സർക്കാരിനേക്കാൾ വലുതാണ് സംഘടന. ഇതേ കേശവ് പ്രസാദ് മൗര്യ പ്രധാനപ്പെട്ട മന്ത്രിസഭാ യോഗങ്ങളിൽ നടക്കം വിട്ടുനിൽക്കുന്നു, JP നദ്ദയെ കാണുന്നു, കൂടിക്കാഴ്ച നടത്തുന്നു. യോഗിയുടെ പ്രവർത്തന ശൈലിക്കെതിരെ വിമർശനങ്ങൾ നിരന്തരം നടത്തുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു. പാളയത്തിൽ പട തുടങ്ങിയിരിക്കുകയാണ് യുപിയിലെ BJP-യിൽ എന്ന് ഉള്ള കാര്യം സത്യമല്ലേ? അത് BJP എന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അസ്വസ്ഥപ്പെടുത്തുന്ന വാർത്തകളാണോ വന്നുകൊണ്ടിരിക്കുന്നത് ആ സംസ്ഥാനത്ത് നിന്ന്? അപർണ, നമുക്ക് ഈ പരിചയമുള്ള, ഇവിടെ പൊതുവെ നമ്മൾ കണ്ടുവരുന്ന ചില രാഷ്ട്രീയ വ്യാകരണങ്ങളുണ്ട്. ആ രാഷ്ട്രീയ വ്യാകരണങ്ങളുടെയും ആ രാഷ്ട്രീയ ബോധ്യങ്ങളിലെയും നമ്മുടെ നമ്മുടെ ഒരു പ്രസന്റ് എക്കോസിസ്റ്റം വളർത്തിയെടുത്ത രാഷ്ട്രീയ ധാരണകളുടെയും അടിസ്ഥാനത്തിൽ ആണ് ഈ പറയുന്ന നിഗമനങ്ങളും ഊഹാപോഹങ്ങളും ഒക്കെ നടക്കുന്നത്. എന്നാൽ വേറൊരു കാര്യമുണ്ട്, ഇവിടെ നിങ്ങൾ തന്നെ സമ്മതിക്കുന്നുണ്ട്, ഇന്ന് റിപ്പോർട്ടുകൾ പറയുന്നു, എന്ന് വേണ്ടേ കരുതാൻ, ഇങ്ങനെയൊക്കെ അല്ല, ഇങ്ങനെയൊക്കെ പറയുന്നതല്ലാതെ ഈ പറയുന്നതിന് എന്തെങ്കിലും ഒരു അടിസ്ഥാനമുണ്ടോ? തീർച്ചയായും ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷനിലെ റിസൾട്ട് തീർച്ചയായും BJPയെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു റിസൾട്ട് തന്നെയാണ്, പ്രത്യേകിച്ച് യുപിയിലെ റിസൾട്ട്. അത് എന്തുകൊണ്ട് എന്നുള്ളത് സംഘടനാ തലത്തിൽ വളരെ സീരിയസ് ആയിട്ട് തന്നെ ചർച്ച ചെയ്യുന്നുണ്ടാകും. അതിൻ്റെ അകത്ത് അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാം ഉണ്ടാകും. ഒരു വലിയ പാർട്ടിയല്ലേ, അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാം ഉണ്ടാകും. പക്ഷേ ഇതെല്ലാം കൂടെ ചേർന്ന് നിങ്ങളും ഈ നിരീക്ഷകരും മാധ്യമങ്ങളും എല്ലാം കൂടെ ചേർന്ന് യോഗിയെ അടിച്ച് താഴെ ഇറക്കി കഴിഞ്ഞല്ലോ നിങ്ങൾ. അത് സത്യത്തിൽ എനിക്കത് കാണുമ്പോൾ ചിരിയാണ് വരുന്നത്. ഒരു കാര്യം ഉറപ്പിച്ചോളൂ, യോഗി ആദിത്യനാഥ് അവിടെ കഴിവ് തെളിയിച്ച ട്രാക്ക് റെക്കോർഡുള്ള അതായത് സമീപകാല ചരിത്രത്തിൽ അധികാര തുടർച്ചയോടുകൂടി വീണ്ടും അധികാരത്തിൽ വന്ന ശക്തനായ മുഖ്യമന്ത്രിയാണ്. ആ യുപിയുടെ ആ സാമൂഹ്യ അവസ്ഥ തന്നെ മാറ്റിമറിച്ച, അത്രത്തോളം കരുത്ത് കാണിച്ച, ആ കമ്മിറ്റ്മെന്റ് കാണിച്ച മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനെ മാറ്റേണ്ട ഒരു സാഹചര്യം ഒരു തരത്തിലും ഇപ്പോൾ അവിടെ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല, ഞാൻ വിശ്വസിക്കുന്നുമില്ല. ഇനി ഈ അരവിന്ദ് കെജ്രിവാളിന്റെ പ്രവചനം മറ്റത് മറിച്ച് നാളെ മോദിക്ക്, എനിക്ക് മോഹൻ വർഗീസ് സാറിന്റെ ആ വാക്കുകൾ കേട്ടിട്ട് എനിക്ക് സാറിന്റെ കൗതുകം തോന്നി. മോദിക്ക് ത്രറ്റായി മാറുമോ, മോദിക്ക് ഭീഷണിയായി മാറുമോ എന്നൊക്കെയുള്ള രീതിയിലുള്ള കമന്റ്സ്, ഇതൊക്കെ ഈ നമ്മുടെ ഈ ചർച്ചകൾ കൊഴുപ്പിക്കാനും മാധ്യമങ്ങളുടെ വ്യൂവർഷിപ്പ് TRP റേറ്റ് കൂട്ടാനും അങ്ങനെ ആൾക്കാരെ തങ്ങളിലേക്ക് അടുപ്പിക്കാനും ഒക്കെയുള്ള ഒരു മാർഗമായിട്ട് അതിനെയൊക്കെ അങ്ങനെയുള്ള ഊഹാപോഹങ്ങളെ ഉപയോഗിക്കാം എന്നുള്ളത് അത് അവരവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഇതൊന്നും അല്ലാതെ അവിടെ നടക്കുന്ന സ്വാഭാവികമായ കാര്യങ്ങൾ, ഇലക്ഷൻ കഴിഞ്ഞു, ഇലക്ഷൻ്റെ റിസൾട്ടിനെ ചൊല്ലിയുള്ള വിലയിരുത്തലുകൾ നടക്കുന്നുണ്ടാകും. അതിൻ്റെ അകത്ത് വേണ്ട കാര്യങ്ങൾ അവർ പാർട്ടി ചെയ്യുന്നുമുണ്ടാകും. എന്തായാലും വെറുതെ ഇരിക്കില്ല. എന്തായാലും ചരിത്രത്തിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും പാഠം പഠിക്കാൻ ശീലമുള്ള ഒരു പാർട്ടിയാണ് BJP. തോറ്റ് ജയിച്ചവരാണവർ. അവർ തോറ്റതുപോലെ മറ്റൊരു പാർട്ടിയും ഇന്ത്യയിൽ തോറ്റിട്ടില്ല. അപ്പോൾ അങ്ങനെ ആ തോൽവിയിൽ നിന്നും പല അനുഭവങ്ങളിൽ നിന്നും ഒക്കെ പാഠം പഠിച്ച് തന്നെയാണ് ഇന്ന് ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയായി BJP മാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്നും BJPക്ക് പഠിക്കാൻ ഏറെയുണ്ട്, അവർക്ക് തിരുത്താൻ ഏറെയുണ്ടാകും. ആ തിരുത്തലാണ് താങ്കൾ പറഞ്ഞതുപോലെ. ആ തിരുത്തൽ രണ്ട് വിഷയമാണ്. അമിത ആത്മവിശ്വാസം പാർട്ടിക്ക് തിരിച്ചടിയായി എന്ന് യോഗി ആദിത്യനാഥ് പറഞ്ഞത് ഇപ്പൊ ഞങ്ങളാരുമല്ല, ക്രെഡിബിലിറ്റിയുള്ള ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് യോഗി ആദിത്യനാഥ് പറഞ്ഞത്. ആ സമയത്താണ് കേശവ് പ്രസാദ് മൗര്യ എക്സിൽ കുറിക്കുന്നത് സർക്കാരല്ല സംഘടനയാണ് ഏറ്റവും വലുതെന്നുള്ളത്. അതായത് ഇതിനകത്ത്
മനസ്സിലാക്കേണ്ടത് ചില അതൃപ്തികൾ മറനീക്കി പുറത്തു വരുന്നുണ്ട്. അതനുസരിച്ചുള്ള ചില കൂടിക്കാഴ്ചകൾ നടക്കുന്നുണ്ട്. താങ്കൾ പറഞ്ഞതുപോലെ തോറ്റു ജയിച്ചവരാണ്, കൃത്യമായിട്ട് പാഠം മനസ്സിലാക്കുന്നവരാണ്. ആ മനസ്സിലാക്കി തിരുത്താൻ പോകുന്ന പാഠത്തിനകത്ത് ഒരു മുഖം മിനുക്കലുണ്ടോ എന്നതാണ് ചോദ്യം. ഇല്ല, അതാണ് ഞാൻ പറഞ്ഞത്. യോഗി ആദിത്യനാഥിനെ അവിടെ നിന്നും മാറ്റേണ്ട ഒരു സാഹചര്യവും ഇപ്പോഴില്ല. കാര്യം ഇപ്പോൾ ഉത്തർപ്രദേശിലെ ഏറ്റവും അധികം ജനപിന്തുണയുള്ള നേതാവ് തന്നെയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഭരണത്തിലോ അദ്ദേഹത്തിന്റെ ഭരണരീതികളിലോ ഒന്നും ഒരു പരാതിയും ഒരു ശത്രുക്കൾക്ക് പോലും പറയാൻ കഴിയില്ല. ശ്രീ മോഹൻ വർഗീസ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, എത്ര പതിറ്റാണ്ടുകളായി അവിടെ നിലനിന്നിരുന്ന ഗുണ്ടാരാജ് അമർച്ച ചെയ്യുക, ഇല്ലാതാക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമൊന്നുമല്ല. പറഞ്ഞ അവിടുത്തെ അവസ്ഥയെപ്പറ്റി അറിയണം. ഞാൻ ഉത്തർപ്രദേശിൽ പഠിച്ചവനാണ്. ഞാൻ PG കോഴ്സ് ചെയ്തത്, ഞാൻ PG എടുത്തത് കാൺപൂർ യൂണിവേഴ്സിറ്റിയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന ഒരു നഗരമായിരുന്നു കാൺപൂർ. അതേപോലെ തന്നെ ഇഷ്ടം പോലെ UP ഉടനീളം കണ്ടിട്ടുണ്ട്. എൻ്റെ കൺമുമ്പിൽ ഞാൻ എൻകൗണ്ടർ കണ്ടിട്ടുണ്ട്. കൊലപാതകം നേരിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ, ഗുണ്ടകൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ. അങ്ങനെയുള്ള ആ UPയിൽ അവിടെ ഗുണ്ടാരാജ് അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ കാര്യമൊന്നുമല്ല. അതൊന്ന്. അതേപോലെ ഈ ഇതുവരെ ചരിത്രം കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് എക്സ്പ്രസ് ഹൈവേകളായാലും വ്യവസായങ്ങളായാലും എയർപോർട്ടുകളായാലും അങ്ങനെ UPയിൽ വരുന്നത്. ഇതൊക്കെ ആരാണ് തിരുത്തുന്നത്? ഇതൊക്കെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ല എന്നുള്ള വിലയിരുത്തൽ പാർട്ടിക്കകത്തുനിന്ന് തങ്ങളി പറഞ്ഞ വികസന പ്രവർത്തനങ്ങൾ, അതിനപ്പുറത്തേക്ക് അയോധ്യയിലടക്കം പാർട്ടിക്ക് സീറ്റ് പോയി, SPക്കുണ്ടായ വളർച്ച, ന്യൂനപക്ഷ പിന്നാക്ക വിഭാഗ ദളിത് സമുദായങ്ങൾ മാറിപ്പോയി എന്നുള്ള വിലയിരുത്തൽ RSS പോലും നടത്തിയിട്ടുള്ള വിമർശനങ്ങളുണ്ട്. പുറത്തുനിന്നുള്ളവരൊക്കെ വിട്ടേക്ക്, മറ്റുള്ളവർ എന്തും പറയട്ടെ. ഞാൻ ഉദ്ദേശിച്ചത് പാർട്ടി സ്വയം വിലയിരുത്തുന്നത് എവിടെയോ പിറകോട്ടടിച്ചു എന്നുള്ള ഒരു കാര്യമില്ലേ കണക്ക് വെച്ചുകൊണ്ട്? വളരെ കൃത്യമായിട്ട് പറയാം. അതായത് ഉത്തർപ്രദേശിൽ BJPക്ക് തിരിച്ചടിയുണ്ടായ കാരണം തന്നെ നമുക്കറിയാം. അതായത് അവിടെ BJPയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് BJPക്ക് ലഭിച്ച വോട്ടുകളുടെ എണ്ണം, ആ ക്വാണ്ടം ഓഫ് വോട്ട്സ് 2019 നിന്ന് ഒട്ടും കുറഞ്ഞിട്ടില്ല. പക്ഷേ അവിടെ പ്രതിപക്ഷത്തിന്റെ ഒരു ഐക്യനിരയുണ്ടായി. കോൺഗ്രസും SPയും അങ്ങനെ വളരെ ശക്തമായ ഒരു ഐക്യനിരയുടെ അവിടെ ഉണ്ടായി. ആ ഐക്യനിര അവിടെ വർക്കൗട്ടായി, നല്ലൊരു പരിധി വരെ അവിടെ വർക്കൗട്ടായി. അതിനെ അതിജീവിക്കാൻ BJPക്ക് കഴിയേണ്ടതായിരുന്നു. അത് കഴിഞ്ഞില്ല എന്നുള്ളതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പോരായ്മയ്ക്കും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിക്കും കാരണം. അത് തീർച്ചയായും BJP വിലയിരുത്തേണ്ട. എത്ര ശക്തമായ രീതിയിൽ പ്രതിപക്ഷ നിരകൾ ഒരുമിച്ചാലും അതിനെ അതിജീവിക്കുന്ന തരത്തിലേക്ക് പാർട്ടിയെയും സർക്കാരിനെയും സംവിധാനങ്ങളെയും മെച്ചപ്പെടുത്തേണ്ടതായിരുന്നു എന്ന വിലയിരുത്തൽ തീർച്ചയായും BJPക്കകത്തുണ്ട്. അതുണ്ടായിട്ടുണ്ടാവും. അല്ലാതെ BJP അങ്ങ് തകർന്നു പോയി എന്നൊന്നും പറയരുത്. അവിടെ BJPക്ക് കിട്ടിയ നമ്പർ ഓഫ് വോട്ട്സ് തന്നെ നോക്കിക്കോളൂ. BJPക്ക് കിട്ടിയ വോട്ട്, ആ BJPക്ക് കിട്ടിയ വോട്ട് 2019 കിട്ടിയ അതേ വോട്ടുകൾ BJPക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവിടെ ഈ വന്നതുപോലെ ഇവര് പ്രതിപക്ഷ നിര അവിടെ ഒരുമിച്ചപ്പോൾ തീർച്ചയായും അത് വേണ്ട രീതിയിൽ അവിടെ ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ യോഗി ആദിത്യനാഥ് പറഞ്ഞു എന്ന് പറയുന്നത് മാതിരി തന്നെ ഞാനൊക്കെ ഒരു പരിധിവരെ മനസ്സിലാക്കിയിരിക്കുന്ന പോലെ തന്നെ അതിനെ അതിജീവിക്കാൻ കഴിയും എന്ന ഒരു ഓവർ കോൺഫിഡൻസ് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടാകും. തീർച്ചയായിട്ടും ഉണ്ടാകും. വിലയിരുത്തണ്ടേ? ഇതൊക്കെയാണല്ലോ വിലയിരുത്തലുകൾ. വിശദമായിട്ട് വരാം. ശ്രീ ഷാബു പ്രസാദ്, CB സത്യൻ.